സർവകലാശാലകളുടെ ചട്ടങ്ങൾ കാറ്റിൽപ്പത്തി തന്നിഷ്ടപ്രകാരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ തന്ത്രം RSS തന്ത്രം തന്നെയാണ്. RSS അജണ്ട നടപ്പാക്കൽ കേരളത്തിൽ കൊണ്ടുവരിക അതുതന്നെയാണ് കാലാവധി പൂർത്തിയാക്കിയിട്ടും അതിൽ കടിച്ചു നീങ്ങിടക്കുന്ന കേന്ദ്രം ഒണ്ടും മിണ്ടാത്തിനെ തുടർന്ന് പദവിയിൽ തുടരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ലക്ഷ്യം. അത് ഇപ്പോഴും നിർബാധം തുടരുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് KTU വൈസ് ചാൻസലറായി ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത്. അതും ഗവർണർ ഏകപക്ഷീയമായിട്ട് സർക്കാരിനോട് ആലോചിക്കാതെ RSS തീരുമാനപ്രകാരം. സർക്കാരിനെതിരെ എന്ന് മാധ്യമങ്ങൾ ഡെസ്കിൽ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ എന്നൊരു വാക്കോ പ്രതിഷേധമോ പരാമർശമോ വ്യക്തികളോ കോടതിയോ ഒക്കെ നടത്തിയാലും ഉടൻ ആ സെറ്റ് ചെയ്ത് വെച്ചതിനെ എടുത്ത് പുറത്തുവിടും. സർക്കാരിനെതിരെ ഇതാ തുറന്നടിക്കുന്നു ഇന്ന വ്യക്തി എന്ന്. നിയമനങ്ങൾ സർവകലാശാലയുടെ നിയമനത്തിനുള്ളിൽ നിന്നാകണം, നിയമങ്ങൾക്കുള്ളിൽ നിന്നാകണം എന്ന വിധിയിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഡിവിഷൻ ബെഞ്ച് എടുത്ത് പുറത്തു കളഞ്ഞത്. എന്നാൽ അതിന്റെ വാർത്ത വ്യക്തമായി കൊടുക്കാൻ ഒരു മാധ്യമങ്ങളും ഭൂരിപക്ഷ മാധ്യമങ്ങളും തയ്യാറായില്ല. അതേസമയം സർക്കാരിനെതിരായി എന്തെങ്കിലും ഒരു വാക്ക് വിധി പോലെ വന്നാൽ തുള്ളിച്ചാടി സർക്കാരിന് തിരിച്ചടി എന്ന് അപ്പോൾ ആഘോഷിക്കും. വൈസ് ചാൻസലർമാരെ 11 പേരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ്, കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടി, സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിന്റെയും ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെയും തീരുമാനം സസ്പെൻഡ് ചെയ്ത തീരുമാനം, സാങ്കേതിക സർവകലാശാല ഇടക്കാല VC ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത്, പിന്നെ കേരള സെനറ്റിലേക്ക് ABP പ്രവർത്തകരെ കുത്തിത്തിരികിയത്, കേരള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ 1 മാസം നൽകണമെന്ന നിർദ്ദേശം തുടങ്ങി കോടതികൾ ചോദ്യം ചെയ്ത ഗവർണറുടെ പല നിയമലംഘനങ്ങളും അത് ഏറെയാണ്. ഗവർണർ അതൊക്കെ മറന്നുപോയി. വർഗീയ അജണ്ടയുടെ RSS കുത്തിത്തിരിപ്പിന്റെ ഭാഗമായി ഇത്തരം നീക്കങ്ങളെയും മാധ്യമങ്ങൾ ഇതാ കണ്ണുമടച്ച് പിന്തുണയ്ക്കും. 2022 നവംബർ 7 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കറുത്ത ദിനമായിരുന്നു. കേരളത്തിലെ 11 സർവകലാശാല വൈസ് ചാൻസലർമാരെ പുറത്താക്കാനുള്ള ഗവർണറുടെ ആ കറുത്ത നീക്കം തടഞ്ഞത് ഹൈക്കോടതിയാണ്. ഇടക്കാല ഉത്തരവിലൂടെ സാങ്കേതിക സർവകലാശാലയ്ക്ക് മാത്രം ബാധകമായ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് VC-മാരും രാജിവെക്കണമെന്നായിരുന്നു ഗവർണറുടെ പിടിവാശി. പിന്നീട് അങ്ങോട്ട് തിരിച്ചടി സ്ഥിരമായി. 2023 മാർച്ച് 16 സാങ്കേതിക സർവകലാശാല ഇടക്കാല VC ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ട് കഴിഞ്ഞു. ചാൻസലർക്ക് സർക്കാരിനെ മറികടന്ന് താൽക്കാലിക VC നിയമിക്കാനുമാകില്ല. ഇതിനു പുറമെ സെനറ്റ് നാമനിർദ്ദേശം, ബിൽ വൈകിപ്പിക്കൽ എന്നിവയിലും ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്നും കൃത്യസമയത്തിന് തിരിച്ചടിയും കിട്ടി. 2021 മാർച്ച് 24 കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വൈസ് ചാൻസലർ നിയമനത്തിലേക്കുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണവും കമ്മിറ്റിയുടെ നിയമനവും റദ്ദാക്കി. 2021 നവംബർ 29 നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകിയ കേരള ഗവർണർമാർക്കെതിരെ കടുത്ത വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തി. ബില്ല് പിടിച്ചു വയ്ക്കുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. തീർന്നില്ല. 2024 മെയ് 21 കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി 4 ABVP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ഗവൺമെന്റ് നടപടി ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചക്കുള്ളിൽ പുതിയ പട്ടിക സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 2024 ജൂലൈ 18 കേരള ഫിഷറീസ് സർവകലാശാല കുപ്പോസിന്റെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പ്രവർത്തനം ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കളഞ്ഞു. ജൂൺ 28 6 സർവകലാശാല പ്രതിനിധികളല്ലാതെ ചാൻസലർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. ജൂലൈ 19 3 സർവകലാശാലകളിലെ കൂടി VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അതിന്റെ രൂപീകരണവും ഹൈക്കോടതി തടഞ്ഞു. കേരള സർവകലാശാല, MG സർവകലാശാല, മലയാള സർവകലാശാല ഇവിടങ്ങളിലെ സെർച്ച് കമ്മിറ്റി നടപടിക്കാണ് ഹൈക്കോടതി ഒറ്റയടിക്ക് സ്റ്റേ കൊടുത്തത്. പിന്നെ ഓഗസ്റ്റ് 1 APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല VC-യെ നിയമിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രൂപീകരിച്ച വഴിവിട്ടുള്ള സെർച്ച് കമ്മിറ്റി അതും ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇനിയും എന്തിനു വേണ്ടി തിളയ്ക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് വ്യക്തം. എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ വന്നു പെടുമോ അന്ന് ഈ ഗവർണറുടെ കാര്യത്തിലും ഇതുപോലെ തീരുമാനമാകും. കാരണം കാലാവധി കഴിഞ്ഞിട്ടും പിടിച്ചു തൂങ്ങി കിടക്കുകയാണ് രാജ്ഭവനിൽ. അതിന്റെ അടക്കം തീരുമാനം ഉടനുണ്ടാകും.